ഹായ്. ഞാനെൻ്റെ എല്ലാ വീഡിയോയിലും മോസ്റ്റ് പ്രോബബ്ലി ലൈവിലായിരിക്കും പറയും. നേരത്തെ പോയി ഉറങ്ങണം, അല്ലാതെ നേരത്തെ ഉറങ്ങണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ആരും കേൾക്കാറില്ല. പലപ്പോഴും ഞാൻ തന്നെ ലൈവ് വരുന്നത് രാത്രി 10 മണിക്കായിരിക്കും. സോ അതുകൊണ്ട് ഇന്നെന്തായാലും ഉറക്കത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ അത്ഭുത ശക്തിയെപ്പറ്റി പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉറക്കത്തിന് ആക്ച്വലി ഒരുപാട് അത്ഭുത ശക്തികളുണ്ട്. പ്രത്യേകിച്ച് ഒരു ആത്മീയ വഴിയിൽ പോകുന്ന ആളുകൾ അത് ശരിക്കും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ യഥാർത്ഥ ബോധാവസ്ഥ അല്ലെങ്കിൽ ദ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്ന അവസ്ഥയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. പക്ഷേ അത് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നില്ല. കാരണം നമ്മളിപ്പോൾ സാധാരണ അവസ്ഥയിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതിനാണ് ഈ ഒരുപാട് സ്പിരിച്വൽ ലിറ്ററേച്ചറുകൾ, ഒരുപാട് ഗുരുക്കന്മാരുടെ ഉപദേശം ഇതെല്ലാം ഉള്ളത്. പക്ഷേ എന്നിരുന്നാലും നമുക്കത് മനസ്സിലാക്കി തരാൻ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? കാരണം വാക്കുകൾ എപ്പോഴും വാക്കുകളാണ്. ഒരിക്കലും ഈ മാങ്ങ ജ്യൂസ് കഴിച്ചിട്ട് അതായത് മാംഗോ ജ്യൂസ് കഴിച്ചിട്ടില്ലാത്ത ഒരാളോട് നമ്മൾ ഇങ്ങനെയാണ് ഈ മാംഗോ ജ്യൂസിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ മാങ്ങ കൊണ്ടുണ്ടാക്കിയ ജ്യൂസിൻ്റെ ടേസ്റ്റ് ഇതൊക്കെയാണെന്ന് എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും ആ ജ്യൂസ് കുടിക്കുന്നത് വരെയും അദ്ദേഹത്തിന് അത് അറിയാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ അതിൻ്റെ ഫ്ലേവറെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ യഥാർത്ഥ മാങ്ങ ജ്യൂസ് കുടിക്കുന്നതിന് മുമ്പ് മാംഗോ ജ്യൂസ് കുടിക്കുന്നതിന് മുമ്പ് വരെ അദ്ദേഹം ആ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലേവർ വെച്ചെങ്കിലും ചിലപ്പോൾ അത് തിരിച്ചറിഞ്ഞിരിക്കാം. പക്ഷെ അപ്പോഴും ഒറിജിനൽ സംഭവം ആയല്ലോ, ഒറിജിനൽ സംഭവം അറിയുന്നില്ല. പക്ഷേ ഏകദേശം പറഞ്ഞു കൊടുക്കുക അല്ലേ? അപ്പോൾ അതുപോലെ ശുദ്ധ ബോധാവസ്ഥയുടെ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലേവർ അറിയാനുള്ളൊരു വഴിയാണ് ഉറക്കം എന്ന് പറയുന്നത്. അത് സ്വപ്നം കാണുമ്പോൾ ഡിസ്റ്റർബ്ഡ് ആയ ഉറക്കത്തെ പറ്റിയല്ല പറയുന്നത്, ഡീപ്പ് സ്ലീപ്പിനെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ ഗാഠനിദ്രയെ പറ്റിയാണ് പറയുന്നത്. ആ സമയത്ത് നമ്മൾ യഥാർത്ഥ ബോധത്തിലായിരിക്കും എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. മഹാജ്ഞാനികൾ പറഞ്ഞ കാര്യമാണ് പറയുന്നത്. അവരാരൊക്കെ തന്നെ ഇപ്പോൾ പറയുന്നില്ല. എനിവേ, നമ്മൾ എത്ര ഡീപ്പായിട്ട് ഉറങ്ങിയാലും എത്രയൊക്കെ ഡീപ്പായിട്ട് ഉറങ്ങിയാലും നമ്മൾ പിറ്റേ ദിവസം ഉണരുമ്പോൾ നമുക്കറിയാം നമ്മൾ നല്ല സുഖമായിട്ടാണ് ഉറങ്ങിയതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ ഞാനെന്ന് പറയുന്ന ഭാവം പൂർണ്ണമായിട്ടും ഡിസോൾവ് ആകുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. കാരണം നമ്മുടെ ഉള്ളിൽ ഞാനെന്ന് പറയുന്ന ഭാവം ഒരു രമണ മഹർഷിയുടെയൊക്കെ തിയോളജി പ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയഭാഗത്തേക്ക് പോയി റെസ്റ്റ് ചെയ്യുകയാണ്. പിന്നീട് നമ്മൾ ഉണരുന്നതിന് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മുമ്പ് അത് തിരിച്ച് തലച്ചോറിലേക്ക് വരും, ഹൃദയത്തിൽ നിന്ന്. സോ അതിനെപ്പറ്റി നമ്മൾ ഒരു ഡീപ്പായിട്ടൊന്നും ആലോചിക്കേണ്ട. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക, നമ്മുടെ സെൽഫ് അപ്പോൾ ഉറക്കത്തിലായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഹൃദയഭാഗത്തിൽ പോയി ഡിസോൾവ് ആയിരിക്കുകയായിരിക്കും. അപ്പം നമുക്ക് ശരിക്കും ഞാനെന്നൊരു ഭാവമില്ല, നമ്മൾ അൺകോൺഷ്യസും ആണ്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഉണരുമ്പോൾ നമുക്കറിയാം നമ്മൾ സ്വസ്ഥാവസ്ഥയിലായിരുന്നു, നമ്മൾക്ക് കിട്ടിയ സ്ലീപ്പ് വളരെ ഡീപ്പാണെന്ന്. അതിൻ്റെ ബെനിഫിറ്റ്സ് നമ്മളെ ഫിസിക്കലിലും മെൻ്റലിലും ഒക്കെ ഉണ്ടാവും പിറ്റേ ദിവസം. അതിനൊന്നും ആർക്കും ഒരു സംശയം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. എല്ലാവരും അനുഭവിച്ചവരായിരിക്കും, ഇപ്പോഴല്ലെങ്കിൽ അവരുടെ കുട്ടിക്കാലത്തെങ്കിലും. ഒരു കുഞ്ഞു കുട്ടി ഡീപ്പായിട്ട് ഉറങ്ങുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇപ്പോഴും എത്ര ഒരു 90 വയസ്സായ ആൾ പോലും അദ്ദേഹം ഗാഠനിദ്ര ഡീപ്പ് സ്ലീപ്പിലാണെങ്കിൽ കാണാൻ ഒരു ഭംഗിയായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മനസ്സിൻ്റെ ഒരു മൂവ്മെൻറ്റ് നിൽക്കുന്നൊരു ടൈമാണ്. സ്വപ്നം കാണുമ്പോൾ പോലും മനസ്സിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മൂവ്മെൻറ്റ് നിൽക്കുന്ന സമയത്ത് ആ ഒരു ക്വാളിറ്റി ഉണ്ടാവും അവെയർനെസ്സിന്. നമ്മുടെ അവെയർനെസ് അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ ബോധം എപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറയുന്നതിന് ഉദാഹരണം ഇതാണ്. കാരണം നമ്മളൊരു ഒരു സ്വപ്നം പോലും കാണാതെ സ്വസ്ഥമായി ഉറങ്ങിയാലും പിറ്റേന്ന് എഴുന്നേൽക്കുമ്പോൾ നമുക്കറിയാം വി വർ ദാറ്റ്, നമ്മൾ ആ സ്വസ്ഥാവസ്ഥയിലായിരുന്നു. അപ്പോൾ അതാണ് സ്ലീപ്പിൻ്റെ ഇമ്പോർട്ടൻസ്, അതാണ് സ്ലീപ്പിൻ്റെ മഹാശക്തി. പക്ഷേ ഇതൊരു ദിവസം രാവിലെ എണീച്ച് പോയി നേരത്തെ ഉറങ്ങാമെന്ന് വിചാരിച്ച് നടക്കുന്ന കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. നമ്മുടെ ബോഡിക്ക് ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്, സിർക്കേഡിയൻ റിതം. അതിനെപ്പറ്റി സയൻസൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ക്ലോക്കിനനുസരിച്ച് നമ്മൾ ബോഡിയെ ട്യൂൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യവും ശരീരവും ഒക്കെ മോശമാകും എന്നുള്ളൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. ഏകദേശം 2 ലക്ഷം വർഷം കൊണ്ടാണ് മനുഷ്യനിങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നത്. അത്രയും വർഷം കൊണ്ടാണ് ഈ ക്ലോക്കും സെറ്റായത്. സോ ഒരു 5 വർഷം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നൈറ്റ് ഡ്യൂട്ടി ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങളുടെ ബോഡി നൈറ്റിൽ ഉണർന്നിരിക്കാൻ തക്ക രീതിയിലേക്ക് അപ്ഡേറ്റഡ് ആയി പോവുകയൊന്നുമില്ല. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. അങ്ങനെയൊന്നും ബോഡി അഡാപ്റ്റ് ചെയ്യില്ല. അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ദേ ആർ ഓൺലി മിസ്റ്റേക്കാണ്. ചില ആളുകൾക്ക് ഇത് കൂടെ നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ റെസിലിയൻസ് പവർ ഉണ്ടായിരിക്കും. അവർ ചിലപ്പോൾ ചില ആൾക്കാർ ഒരു വർഷം തന്നെ ഉറക്കം എണീച്ച് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ടയർഡായി പോകും. പക്ഷേ ചില ആൾക്കാർ 10-25 വർഷമൊക്കെ പോകും. അത് അവരുടെ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് കൊണ്ട്, അവരുടെ ഒരു അഡാപ്റ്റേഷൻ പവർ, ജനറ്റിക്കലായിട്ട് കിട്ടിയ ചില കഴിവുകൾ കൊണ്ട് സർവൈവ് ചെയ്യും. പക്ഷേ അപ്പോഴും അത് നല്ലതല്ല. ശരീരത്തിന് അതിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ എല്ലാവരും ചോദിക്കും 8 മണിക്കൂർ ഉറങ്ങണമെന്നൊരു ചോദ്യം. 8 മണിക്കൂർ ഉറങ്ങണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ 5 മിനിറ്റ് ഉറങ്ങിയാൽ ഡീപ്പ് സ്ലീപ്പ് ആണെങ്കിൽ
അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. ഡീപ്പ് സ്ലീപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടത്തുമില്ല. അതിപ്പോൾ 8 മണിക്കൂർ ഉറങ്ങിയാൽ പോലും. ഒരുപാട് പേര് ഈ സ്ലീപ്പുമായി ബന്ധപ്പെട്ട് പല ഡിസീസുകൾ, ഇപ്പോൾ സ്ലീപ്പ് അപ്നിയ പോലുള്ള ഡിസീസുകളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിനൊക്കെ നിങ്ങൾ പ്രോപ്പർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെ എടുക്കുക. മോസ്റ്റ് പ്രോബബിളി നമുക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്ന ചില നാച്ചുറൽ ആയിട്ടുള്ള ഈസി വഴികൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, അപ്പോൾ നിങ്ങൾ 10 മണിക്കാണ് ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ 10 മണിക്ക് ഉറങ്ങണമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ 9 മണിക്കെങ്കിലും കട്ടിൽ കിടന്നാലേ പറ്റും. നോ അതർ ആർഗ്യുമെൻ്റ് അബൌട്ട് ഇറ്റ്. നിങ്ങളൊരു 8 മണിക്ക് മുമ്പെങ്കിലും ഫോൺ ഉപയോഗം നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 മണിക്ക് തന്നെ 9 മണിക്ക് കിടന്നാൽ ഉറങ്ങാൻ പറ്റും. അല്ലാതാണ് നിങ്ങൾ 9 മണിക്ക് കിടക്കുന്നത്, ചിലപ്പോൾ ഉറങ്ങുമ്പോൾ 11-11:30 ആവും, ചിലപ്പോൾ 12 മണിയാവും. നമ്മൾ കാലാകാലങ്ങളായി ലേറ്റായിട്ട് ഉറങ്ങുന്നൊരു മനുഷ്യനാണെങ്കിൽ നമ്മൾ ആദ്യം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച തന്നെ 9 മണിക്ക് കിടന്നാലും നമ്മൾ നേരത്തെ ഉറങ്ങില്ല. പക്ഷേ എന്ത് സംഭവിച്ചാലും നമ്മൾ അടുത്ത ദിവസങ്ങളിലെല്ലാം 9 മണിക്ക് തന്നെ കിടക്കുകയും കിടന്നതിന് ശേഷം പിന്നെ ഫോൺ എടുക്കാതിരിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റും എടുക്കാതിരിക്കണം. ബുക്ക് വായിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കുകളൊന്നും വായിക്കാതെ ബോറിംഗ് ആയിട്ടുള്ള ബുക്കുകൾ വായിച്ചാൽ കുറച്ചുകൂടെ പെട്ടെന്ന് ഉറക്കം വരും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം 9 മണിക്ക് കിടന്നു, നിങ്ങൾ സാധാരണ കിടക്കുന്ന 4 മണിക്കാണ്, അല്ലെങ്കിൽ 3 മണിക്ക്, അല്ലെങ്കിൽ 2 മണിക്കാണ്, എണീക്കുന്ന 10 മണിക്കായിരിക്കും. നിങ്ങൾ 9 മണിക്ക് കിടന്നിട്ട് 2 മണി വരെ ഉണർന്നിരുന്നിട്ട് വീണ്ടും പിറ്റേന്ന് രാവിലെ 10 മണിക്ക് എണീറ്റാൽ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ഉറങ്ങാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കുറേ ദിവസം കഴിയുമ്പോൾ അഡ്ജസ്റ്റ് ആവും. പക്ഷെ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ടത് ആ ഒരു 10 മണി സമയത്ത് ഉറങ്ങുന്ന സമയത്തിലേക്ക് നിങ്ങൾ ക്ലോക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 9 മണിക്ക് കിടന്ന് 2 മണിക്ക് ഉറങ്ങിയാൽ പോലും പിറ്റേന്ന് രാവിലെ ഒരു 6 മണിക്ക് എണീക്കുക. എന്നിട്ട് പകൽ സമയത്ത് എന്ത് സംഭവിച്ചാലും ഉറങ്ങാതിരിക്കുക. എന്നിട്ട് നിങ്ങൾ പിറ്റേ ദിവസം 9 മണിക്ക് കിടന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു 10 മണിയാകുമ്പോൾ എന്തായാലും ഉറങ്ങിയിരിക്കും, ഒരു സംശയം വേണ്ട. അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ട് ആ ക്ലോക്ക് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ്ലി ചേഞ്ചബിൾ അല്ല. കാര്യം നമ്മളെ ഒരു ശീലങ്ങൾ, നമ്മളെ ഹാബിറ്റ് പാറ്റേൺ, നമ്മുടെ മനസ്സാണ് ശീലങ്ങൾ, ഹാബിറ്റ് പാറ്റേൺസിനെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. അത് മാറ്റാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സംഭവിക്കുക. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ഹാബിറ്റ്, ഒരു പുതിയ ഹാബിറ്റ്, അത് മിനിമം ഒരു 4 ആഴ്ച കണ്ടിന്യൂസ്ലി ചെയ്താൽ മാത്രമേ, ഒരേ സമയത്ത് കിടന്നാൽ മാത്രമേ നിങ്ങളുടെ സ്ലീപ്പ് ഷെഡ്യൂൾ ഒരു നോർമൽ സ്റ്റേറ്റിലേക്ക് വരുള്ളൂ. പിന്നെ ബേസിക്കലി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, നിങ്ങൾ നോൺ വെജ് കഴിക്കരുതെന്ന് ഞാൻ ആരോടും അങ്ങനെ പറയാറില്ല. എന്നിരുന്നാലും പറയാം, രാത്രി നേരത്തെ ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഡീപ്പ് സ്ലീപ്പ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വൈകുന്നേരം 5 മണിക്ക് ശേഷം നോൺ വെജ് കഴിക്കാതിരിക്കുക. നോൺ വെജ് എങ്ങാനും കഴിച്ചാൽ തന്നെ വല്ല മുട്ടയോ വല്ല കഴിക്കുക. മുട്ടയാകുമ്പോൾ പെട്ടെന്ന് ദഹിക്കുന്ന ഒരു ആഹാരമാണ്, അപ്പോൾ അത് കഴിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. ചിക്കൻ, ബീഫൊക്കെ കഴിക്കുകയാണെങ്കിൽ ബീഫ് വളരെ ലേറ്റായിട്ട് ഡൈജസ്റ്റ് ആവുന്ന ഒരു സാധനമാണ്. കാരണം വെരി ഹാർഡ് ടു ഡൈജസ്റ്റ് അല്ലേ. ചിക്കൻ പിന്നെയും ഫാസ്റ്റായിട്ട് ഡൈജസ്റ്റ് ആവും തോന്നുന്നു. സ്റ്റിൽ ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. ബോഡിയിൽ ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ചെയ്യും ഡൈജഷൻ നടക്കുമ്പോൾ. അത് കാരണം രാത്രി ചൂടാണെങ്കിൽ നമുക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. AC ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉറങ്ങാൻ പറ്റുമായിരിക്കും. സ്റ്റിൽ ബോഡിക്ക് ഒരു ഇറിറ്റേഷനാണത്. അതേസമയം വളരെ ലൈറ്റ് ഫുഡ് അല്ലെങ്കിൽ നോൺ വെജ് അല്ലാത്ത ഫുഡാണ് രാത്രി കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈസിയായി കിടക്കാൻ, ഈസിയായി ഉറങ്ങാൻ സാധിക്കും. ബോഡിക്ക് ഒരു ലൈറ്റ്നസ് ഫീൽ ചെയ്യും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ സ്വയം ഫീൽ ചെയ്യുന്ന കാര്യമാണ്. അതിനിപ്പോൾ ഞാൻ എൻ്റെ എക്സ്പ്ലനേഷനൊന്നും ആവശ്യമില്ല, പലർക്കും ഇത് ഓൾറെഡി അറിയായിരിക്കും. കഫേനാണ് ഉറക്കം നഷ്ടപ്പെടുത്തുന്ന വേറൊരു പ്രധാന പാനീയം. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈകുന്നേരം 4 മണിക്ക് ശേഷം കഫേൻ കുടിക്കാതിരിക്കുക. ഉറങ്ങാൻ 4 മണിക്ക് ശേഷം കുടിച്ചാലും സ്വസ്ഥമായി ഉറങ്ങുന്ന ആളാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് 4 മണിക്ക് ശേഷം കഫേൻ അല്ലെങ്കിൽ ചായ, കോഫി എന്തായാലും, കോഫി പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. ചായയാണ് ഇതിൽ കൂടെ ബെറ്റർ എന്ന് ഞാൻ പറയും. ചായ കട്ടൻ ചായ, പാൽ ചായയും കുഴപ്പമൊന്നുമില്ല. ഇതിന് പുറമെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം, നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ടും മെഡിറ്റേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. മെഡിറ്റേറ്റ് ചെയ്യാന്ന് വെച്ചാൽ 5 മിനിറ്റ് വെറുതെ ഇരുന്നാൽ മതി. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യാം. ചിത്തു കൃഷ്ണമൂർത്തി പറഞ്ഞ പോലെ, ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി എല്ലാ പ്രോബ്ലംസും റിസോൾവ് ചെയ്ത് സെറ്റ് ചെയ്ത് വയ്ക്കും. റിസോൾവ് ആയില്ലെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റത്തുമില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ എന്ത് വലിയ പ്രശ്നം ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മുടെ മനസ്സ് അറിയാതെ ഇത് റിസോൾവ് ചെയ്യും. നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ ഡീപ്പായിട്ട് സംസാരിക്കുന്നില്ല, സ്ലീപ്പിനെ പറ്റിയുള്ള വീഡിയോ അല്ലേ, അനദർ ടൈം. സോ ബേസിക്കലി നിങ്ങൾ ചെയ്യേണ്ടത്, നേരത്തെ കിടക്കുക, രാത്രി ലൈറ്റായിട്ട് ഫുഡ് കഴിക്കുക, കഫേൻ ഉപയോഗിക്കാതിരിക്കുക. പല ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, 2 അടിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. മോശാവസ്ഥയാണ്, അല്ലെങ്കിൽ മോശം തെറ്റിദ്ധാരണയാണ്. നിങ്ങളുടെ വിചാരം വളരെ തെറ്റാണ്. നിങ്ങൾ 2 അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിടക്കാൻ തോന്നുമായിരിക്കും, പെട്ടെന്ന് ഉറങ്ങാൻ തോന്നുമായിരിക്കും. അതൊരു തോന്നലും ടയേർഡ്നെസ്സും മാത്രമാണ്. നിങ്ങൾ ഒരു മദ്യപിക്കാത്ത ആൾ ഉറങ്ങുന്നതിൻ്റെ പകുതി ക്വാളിറ്റി സ്ലീപ്പോ ഡീപ്പ് സ്ലീപ്പോ നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ 10 മണിക്കൂർ ഉറങ്ങിയാലും ആ 10 മണിക്കൂറും 1 മണിക്കൂർ ഡീപ്പ് സ്ലീപ്പായിട്ട് ഉറങ്ങിയ ഒരാളുടെ, അല്ലെങ്കിൽ ഒരു
ഇത് ഉപയോഗിക്കാതെ ഉറങ്ങിയ ആളുടെ സ്ലീപ്പിൻ്റെ പകുതി ക്വാളിറ്റിയോ ബെനിഫിറ്റോ നിങ്ങൾക്ക് കിട്ടില്ല. സിഗരറ്റ് ഇതുപോലുള്ള എന്ത് ലഹരി ഉപയോഗിച്ചാലും ഇതേ എഫക്റ്റാണ്. ഇപ്പോൾ സിഗരറ്റ് പ്രത്യേകിച്ച് നമുക്ക് രാത്രി ചുമ അല്ലെങ്കിൽ ശ്വാസതടസ്സം ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാക്കും. ചിലപ്പോൾ സ്നോറിങ് ഉണ്ടാക്കും, കൂർക്കം വലി ഉണ്ടാക്കും. ആ കൂർക്കം വലി ഉണ്ടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, നമ്മുടെ അടുത്തുള്ള ആൾക്ക് ഉറങ്ങാൻ പറ്റില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അറിയാതെ ഉണരും. ചിലപ്പോൾ നമ്മളൊരു ഭയങ്കര ടയേർഡാണെങ്കിൽ നമ്മൾ അറിയാതെ ഉണർന്നാലും നമ്മൾ വീണ്ടും ഉറക്കത്തിലേക്ക് പോകും. ആ ഒരു ഷിഫ്റ്റിലായിരിക്കും. പക്ഷേ ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നില്ല. ഞാനെന്ന് പറയുന്ന ഭാവം പോയി അടങ്ങിയിട്ടില്ല, മനസ്സും അടങ്ങിയിട്ടില്ല, ശരീരം അടങ്ങിയിട്ടില്ല, സ്വസ്ഥതയില്ല. സോ ബെറ്റർ ടു അവോയ്ഡ് ഓൾ ദിസ്. എസ്പെഷ്യലി സിഗരറ്റ് പോലത്തെ സാധനങ്ങൾ ഒഴിവാക്കുക, മദ്യപാനം, നല്ല ഉറക്കം ഉദ്ദേശിക്കുന്നെങ്കിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഐ എം നോ വൺ ടു ജഡ്ജ് യു, അല്ലേ? എനിവേ, അപ്പം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്ലീപ്പ് അങ്ങ് സെറ്റപ്പ് ആകുമോ? ആവില്ല. സ്ലീപ്പിന് ഏറ്റവും വലിയ തടസ്സമെന്ന് പറയുന്നത് മനസ്സാണ്. ഭയങ്കരമായിട്ട് ഉറങ്ങണമെന്നുള്ള ആഗ്രഹം, നാളെ രാവിലെ എനിക്ക് എണീക്കണം, ഇത് നേരത്തെ ഉറങ്ങാമെന്ന് വിചാരിച്ച് ചാടിക്കയറി കിടന്നു കഴിഞ്ഞാൽ കട്ടിലിൽ കിടന്നാൽ 10 മിനിറ്റ് ഉറങ്ങുന്ന ആളായിരിക്കും നമ്മൾ. എന്നാൽ പോലും നമുക്ക് 2 മണിക്കൂറെല്ലാം ഉറങ്ങാൻ പറ്റില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അറിയാതെ ഉണർന്നെടുത്ത് ഇത് നോക്കും, എന്തോന്നും അലാറം നോക്കും, അല്ലേ? എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? മനസ്സടങ്ങാത്തതുകൊണ്ടാണ്. സ്വസ്ഥമായ മനസ്സുള്ളവർക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടും. നമ്മളിത് എന്തൊക്കെ ചെയ്താലും. ഇതൊക്കെ ചെയ്യുന്നത് സ്ലീപ്പിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും മനസ്സിനൊന്ന് അടക്കാനും ഒക്കെ ഉള്ള പ്രിപ്പറേഷൻ നമ്മുടെ ബോഡിക്കും മൈൻഡിനൊക്കെ തരും. അതിനപ്പുറത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതിനപ്പുറത്ത് നമ്മൾ ചില മെഡിറ്റേഷനുകൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ ചില കോൺഫ്ലിക്റ്റുകൾ റിസോൾവ് ചെയ്യുക. ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ്, ഉള്ളിലെ കോൺഫ്ലിക്റ്റുകൾ റിസോൾവ് ചെയ്താൽ മതി. അത് ധ്യാനത്തിൽ കൂടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, യോഗയിൽ കൂടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ മനസ്സിനെ സാറ്റിസ്ഫൈ ചെയ്തൊരു പരിഹാരം മെൻ്റലി ഇതിപ്പോൾ ഇങ്ങനെ കൊണ്ട് ഈ പ്രശ്നം തീർക്കാമല്ലോ എന്ന് വിചാരിച്ച് സമാധാനിച്ച് കിടന്നുറങ്ങാൻ വേണ്ടി നിങ്ങൾ നിൽക്കേണ്ട. ആ സമാധാനം ലാസ്റ്റ് ചെയ്യില്ല. കാരണം മനസ്സിന് ഒരിക്കലും തൃപ്തി വരില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ മനസ്സിന് വേറൊരു സംശയം വരും. അപ്പോൾ ഈ പ്രശ്നം കൊണ്ട് ഇതിങ്ങനെ സോൾവ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഉറങ്ങാൻ പറ്റിയാൽ പിന്നെ ആ പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നൊരു ചിന്ത മനസ്സിനുണ്ടാവും. സോ മനസ്സിനെ കാം ഡൗൺ ചെയ്യണം. അതിന് ധ്യാനമാണ് ഏറ്റവും ഈസിയസ്റ്റ് വഴി. ആത്മവിചാരം അതിനേക്കാൾ ഈസിയസ്റ്റ് വഴിയാണ്. ഇതിനെല്ലാത്തിനും പുറമേ ഉള്ളൊരു ഈസിയസ്റ്റ് വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സറണ്ടർ, ശരണാഗതിയാണ്. ശരണാഗതിയുടെ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പോഴത്തെ അവസ്ഥ, അപ്പോഴത്തെ സിറ്റുവേഷൻ, അപ്പോൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നല്ലതായാലും ചീത്തയായാലും അതതായി കാണാനും അതിലതായിരിക്കാനും സ്വസ്ഥമായി ഉറങ്ങാനും സാധിക്കും. സ്വസ്ഥമായ ഉറക്കമുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് പ്രായം ശരീരത്തെ ബാധിക്കില്ല, മനസ്സിനെയും ബാധിക്കില്ല, മുടി പോലും പെട്ടെന്ന് അങ്ങനെ നരയ്ക്കില്ല. നിങ്ങൾ വളരെ ഊർജ്ജസ്വലരായിരിക്കും. നമ്മൾ ഊർജ്ജസ്വലരായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് കാമായിരിക്കുമ്പോൾ നമുക്ക് നല്ലപോലെ പെരുമാറാനും ആളുകളുമായിട്ട് ഇടപഴകാനും പറ്റും. അങ്ങനെ പറ്റുമ്പോൾ മാത്രമേ നമ്മളോട് ഇടപഴകുന്നവർക്കും ഇതൊരു നല്ല വ്യക്തിയാണ് അല്ലെങ്കിൽ ഇയാളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ലതാണെന്ന് തോന്നുകയുള്ളൂ. കാരണം നമ്മുടെ ഒരു ഊർജ്ജത്തിൻ്റെ ഒരു ക്വാളിറ്റി റൈസ് ചെയ്യുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ് ഇതൊക്കെ. ഇനി ഞാൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കുന്നില്ല. സ്ലീപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്ലീപ്പിനൊരു ഭയങ്കരമായ ശക്തിയുണ്ട്. അത് മനസ്സിലാക്കുക. അതിന് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റും. എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങുകയും ഒരേ സമയത്ത് എഴുന്നേൽക്കുകയും ചെയ്യുന്നത് വളരെ ബെറ്ററാണ്. എത്ര നേരത്തെ ഉറങ്ങിയാലും നല്ലത്, അത്രയും നേരത്തെ എണീക്കാൻ ഓർത്താൽ മതി. നിങ്ങൾ വൈകുന്നേരം 7 മണിക്ക് ഉറങ്ങുന്ന വ്യക്തിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് പെർഫെക്റ്റ് ആണ് സത്യം പറഞ്ഞാൽ ഹ്യൂമൻ ബോഡിക്ക്. ചിലപ്പോൾ ഇൻ ബിറ്റ്വീൻ നമ്മൾ മിഡ് നൈറ്റിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും എണീക്കുമായിരിക്കാം. സാരമല്ല, എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങിയാൽ മതി. എന്നിട്ട് നമ്മളൊരു വെളുപ്പാങ്കാലത്ത് ചിലപ്പോൾ 3:30-4 മണിക്കൊക്കെ എണീക്കുമായിരിക്കും. ആ ടൈമിലൊക്കെ എണീച്ച് കഴിഞ്ഞാൽ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീച്ചെന്ന് പഠിക്കുമ്പോൾ ബുദ്ധി കൂടുമെന്നൊക്കെ ആൾക്കാർ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല, എനിക്കങ്ങനെ അനുഭവമില്ല. ഞാൻ എണീച്ചിരുന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്, നടന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ നല്ല ഡീപ്പ് സ്ലീപ്പ് കഴിഞ്ഞ് നേരത്തെ ഉറങ്ങി രാവിലെ നേരത്തെ എണീക്കുകയാണെങ്കിൽ നമ്മുടെ അവയർനെസ്സിൻ്റെ ക്വാളിറ്റി മാറും. നമ്മുടെ അവയർനെസ്സിൻ്റെ ക്വാളിറ്റി മാറുമ്പോഴത്തേക്കും ഒരു മഴ കഴിഞ്ഞ് നമ്മളെ ചുറ്റുപാടും കാണുമ്പോൾ നല്ല തെളിഞ്ഞ് ഇങ്ങനെ HD ദൃശ്യമൊക്കെ പോലെ ഇരിക്കൂലേ, അതുപോലെ ഒരു ദിവസത്തെ മൊത്തം കാണാനുള്ള സാധ്യത കൂടുതലാണ്. വളരെ പോസിറ്റീവാണ്. എസ്പെഷ്യലി ധ്യാനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ ബെറ്റർ ടൈമാണ് രാവിലെ. കാരണം മോസ്റ്റ് പ്രോബബിളി ചുറ്റിനും സൈലൻസ് ഉണ്ട്. പണ്ടത്തെ കാലത്തായിരുന്നെങ്കിൽ എപ്പോഴും സൈലൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എപ്പോഴും വണ്ടി അത് ഇതൊക്കെ ഉള്ളതുകൊണ്ട് സൈലൻസ് കുറവാണ്. സോ നേരത്തെ എണീറ്റിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ സൈലൻസിനെ ഉപയോഗപ്പെടുത്തണം. എന്നിട്ട് രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാൻ പറ്റിയ ഭയങ്കര ഭംഗിയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു പ്രകൃതിയായിട്ടൊരു കണക്ഷൻ കിട്ടും. നമ്മൾക്കിപ്പോൾ പ്രകൃതിയായിട്ട് നമ്മൾ ഡിഫറൻ്റ് ആണെന്നാണ് തോന്നൽ. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ പ്രകൃതിയിൽ നിന്ന് വിഭിന്നമല്ല. നമ്മൾ അതിനകത്തുള്ളൊരു സാധനമാണ്, അല്ലെങ്കിൽ വസ്തുവാണ്, അല്ലെങ്കിൽ ജീവനാണ്, അല്ലെങ്കിൽ ബോധമാണ്.
എന്ന് നമുക്കറിയാൻ പറ്റും. ഓക്കെ, താങ്ക് യു. സ്ലീപ്പ് വെൽ. ഗുഡ് നൈറ്റ്.